ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് നമ്മളെ സംസാരം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലൊരു അത്ര നമുക്ക് പരിചയമില്ലാത്ത, പൊതുവെ സമൂഹത്തിന് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടി അനൗൺസ് ചെയ്തത്. യൂത്ത് ബിസിനസ് കോൺക്ലേവ് എന്ന പേരിൽ ഒക്ടോബർ 6-ന് കോഴിക്കോട് വെച്ചിട്ടാണ് പരിപാടി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രചാരണങ്ങളും മറ്റിപ്പോൾ കേരളത്തിൽ വളരെ സജീവമായിട്ട് പലയിടങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി അനൗൺസ് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ തന്നെ സുഹൃത്തുവലയത്തിലുള്ള, നമ്മുടെ പരിചയത്തിലുള്ള, പ്രത്യേകിച്ച് അതിലെ 2 വാക്കുകൾ വളരെ കാച്ചിങ് ആണ്. ഒന്ന് യൂത്ത് എന്നുള്ളതാണ്, യുവാക്കളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു കാച്ചി പാട്ട് അതിലുണ്ട്. മറ്റൊന്ന് ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റിയെ പോലെയുള്ള ഒരു സംഘടന ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ നടത്തുമ്പോൾ പൊതുവെ എന്താണ് ഈ പരിപാടി, എന്താണ് ഇതിന്റെ ഉള്ളടക്കം, എന്തിനെ കുറിച്ചാണ് ഈ പരിപാടി പറയുന്നത്? സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കേട്ടുകൾ അങ്ങനെ അത്ര പരിചയമില്ലാത്തൊരു പരിപാടി കൂടിയാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാനാണ് വിചാരിക്കുന്നത്. ഫാരിസിന്റെ ഡയറക്ടർ എന്ന നിലക്ക് കുറച്ചുകൂടി എന്താണ് ഈ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മള് സോളിഡാരിറ്റി പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദിക്കാനുള്ള കാരണമുണ്ട്. കാരണം അപ്പോൾ സോളിഡാരിറ്റിയുടെ ഒരു ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു പ്രോഗ്രാം നേരത്തെ നടത്തിയിട്ടില്ല. ഒരു വിശാലമായ അർത്ഥത്തിൽ ബിസിനസ്സുകാരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മളങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ഇസ്ലാമിക് യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ബിസിനസ്സുകാരെ അഡ്രസ്സ് ചെയ്യുന്ന ആദ്യ പരിപാടിയായിരിക്കും നമ്മൾ ഈ നടത്തുന്ന യൂത്ത് ബിസിനസ് കോൺക്ലേവ് എന്നുള്ളത്. നമ്മൾ സോളിഡാരിറ്റി തീരുമാനിച്ചിരിക്കുന്നത്, സോളിഡാരിറ്റി അതിൻ്റെ നമ്മൾ ആലോചനകളിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരെയും അവരുടെ മേഖലയിൽ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ബിസിനസ്സുകാരാകുമ്പോൾ അവരുടെ മേഖലയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അവരുടെ ആശയങ്ങളിൽ നിന്നുകൊണ്ട്, അവരുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ പരിപാടി നമ്മൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സോളിഡാരിറ്റി നടത്തുമ്പോൾ നമ്മൾ സോളിഡാരിറ്റിന്റെ ഒരു ബേസ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഒരു എത്തിക്കൽ ബേസിലുള്ള, ഇസ്ലാമിക് ബേസിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സുകാരെ കാണുക, ആ ബേസിൽ നിന്ന് ബിസിനസ്സുകാരോട് സംവദിക്കുക, അതിന്റെ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രധാനമായും ഒരു 2 വശം വേണേൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ബിസിനസ്സിലുള്ള എത്തിക്സിനെ കുറിച്ചുള്ള ഒരു സൈഡ് അതിലുണ്ട്. രണ്ടാമത്തത്, യൂത്ത് ഇപ്പോൾ വളരെ വ്യാപകമായി ബിസിനസ്സിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ അത്രയും ആളുകൾ യൂത്ത് ബിസിനസ്സിലുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അവരെ നമുക്ക് കുറെ കൂടി അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്, അവരെ മോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള വിഷയം പോലെ അല്ല. ഇപ്പൊ ഒരാള് ഡോക്ടർ ആവുന്നതും എഞ്ചിനീയർ ആവുന്നതും ഒക്കെ അതിനൊരു പഠനവും കാലവും ഒക്കെ ഉണ്ട്. ബിസിനസ്സിൽ ആർക്കും ഇറങ്ങാന്നുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെതായ പോരായ്മകൾ. അതെ, കാലം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു കോഴ്സ് പോലെയോ മറ്റുള്ള ഒരു സംഗതിയല്ല ബിസിനസ്. വളരെ നിരന്തര സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന കയറ്റിറക്കങ്ങളുള്ള ഒരു സംഗതിയാണ്. അതെ, എനിക്ക് ഷംസീറിനെ ചോദിച്ചപ്പോ ഞാൻ ഈ അടുത്ത് നമ്മൾ ഈ പ്രോഗ്രാം സോളിഡാരിറ്റി പ്രഖ്യാപിച്ച ശേഷം ഞാൻ ഹൈലൈറ്റില് ഒരു സുഹൃത്ത്, ഹൈലൈറ്റ് ബിസിനസ് പാർക്കില് സുഹൃത്ത്, അദ്ദേഹം ചോദിക്കേണ്ടായി സോളിഡാരിറ്റി എന്തെങ്കിലും ഒരു പരിപാടി നടത്തും. പൊതുവായിട്ട് ആളുകൾക്ക് ബിസിനസ് കോൺക്ലേവ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സമ്മേളനങ്ങൾ നടത്താൻ ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ സോളിഡാരിറ്റി എന്തിനാ ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രസക്തി. അതൊരു പൊതുവെ ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാമും ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണല്ലോ സോളിഡാരിറ്റി. ഒരു ഇസ്ലാമും ബിസിനസ്സും എങ്ങനെയാണ് ഇപ്പൊ ഇത് കണക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ആളുകൾക്ക് കുറച്ചുകൂടി ആകാംക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് എങ്ങനെ ഒന്ന് കുറച്ചുകൂടി അയക്കുന്ന ആ ഒരു സാധനം കുറച്ചുകൂടി ഫാരിസ് നേരത്തെ സംസാരത്തിൽ ഇതിന്റെ മൊത്തത്തിലൊരു നക്ഷലിലുള്ള ഒരു ചുരുക്കത്തിലുള്ള സംഗതിയാ പറഞ്ഞത്. 2 സംഗതികൾ പിന്നെ പറഞ്ഞല്ലോ. അതായത് ഒന്ന്, ഇതിന്റെ ഒരു എത്തിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്ന സംഗതി, ബിസിനസ്സും എത്തിക്സും തമ്മിലുള്ള വലിയ ചർച്ച കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സംഗതിയാണ്. 2, കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ലെവലില് ആളുകൾക്കിടയിലെ നെറ്റ്വർക്കിംഗ്, പുതിയ ബിസിനസ് സാധ്യതകൾ, പിന്നെ അതിൽ തന്നെ ഐഡിയാസ്, അതേപോലെ തന്നെ വർക്ക്ഷോപ്സ്, ആളുകൾക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലും ലീഗൽ സൈഡിലുള്ള ധാരാളം കൺഫ്യൂഷനുകളും സംശയങ്ങളും കുറച്ചുകൂടി അതാണ് രണ്ടാമത്തെ ഫാരിസ് പറഞ്ഞത്. അതെ അതെ, അതായത് നമ്മളുടെ ഈ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ
ഇതില് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒന്ന് എത്തിക്കൽ സൈഡിലുള്ള കുറച്ച് ആശയങ്ങൾ നമുക്ക് സമൂഹത്തിൽ കൊടുക്കാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അതേപോലെ ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെയാണോ ബിസിനസ് നിൽക്കേണ്ടത്, അതിനേക്കാൾ അപ്പുറം സ്വപ്നം കാണാനുള്ള സ്വപ്നങ്ങൾ നൽകുക. അതുകൊണ്ട് ഈ പരിപാടിയിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഒന്നാണ് ബിസിനസിനെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് ബിസിനസ് നടത്താൻ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു, എന്റെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാന മാർഗം എന്നുള്ളത്. സ്റ്റാറ്റസ് കോ നിലനിർത്തി ഇങ്ങനെ പോകുന്ന ഒരുപാട് കാലമായി ഒരേ രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ. അപ്പോൾ സ്കെയിലപ്പിനെ കുറിച്ച് പറയാ, അതിൽ പുതിയ കാലത്തെ ട്രെൻഡിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് അസ്തമിച്ചോ, ഒരാളുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട്. അതെ അതെ, സ്വപ്നങ്ങൾ സ്റ്റാറ്റസ് ബിസിനസ് മാത്രമല്ല ചില ബിസിനസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോ ഒരാൾ ഇങ്ങനെ ബിസിനസ് നടത്തി പോയിട്ടുണ്ടാവും, അയാളുടെ മകനൊക്കെ ബിസിനസ്സിൽ എൻ്റർ ചെയ്തതിനു ശേഷം വൻ ബൂം ഉണ്ടാവുന്ന, അതായത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളിലേക്ക് പോകുന്നൊക്കെയാണ്. അതായത് ഒരു ഡ്രീമുള്ള ഒരാൾ അതിലേക്ക് കടന്നു വരുന്നതാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെ ചിലപ്പോ ഡ്രീം ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കണം എന്നുള്ള ഒരു ആശയം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. ബിസിനസ് എന്നും ഇങ്ങനെ നിൽക്കലല്ല. ശരിയാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഈ സംസാരത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിൽ ഈ രണ്ട് സംഗതികളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മുസ്ലിം സംഘടന, ഒരു മുസ്ലിം യുവജന സംഘടന എന്നൊക്കെ സോളിഡാരിറ്റി നടത്തുമ്പോൾ ഒന്ന് നമ്മളൊക്കെ ചെറുപ്പത്തില് ഇസ്ലാമിന്റെ തന്നെ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് ധാരാളം വാഴുകൾ, പ്രഭാഷണങ്ങൾ, കുത്തുബകൾ, ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട്. ഇൻഫാഖാണ്, ഇപ്പൊ സ്വതക്ക, സക്കാത്ത്, ഹദിയ, ഫിദിയ ഇങ്ങനെ നൽകുന്നതിന്റെ അതിന് ഇസ്ലാമിന്റെ ഒരു ബേസ് ഉണ്ട്. അള്ളാന്റേതാണ് മാല് നിങ്ങളുടേതല്ല, അതിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ അള്ളാഹ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ സമ്പാദിക്കണം എന്ന് കൂടി അതിന് മുമ്പ് സമ്പാദിച്ചിട്ടാണല്ലോ ചെലവ്. ഈ സമ്പാദിക്കുന്നതിന്റെ ഒരു ഇസ്ലാമിക് ഡയമെൻഷൻ എന്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ മുന്നോട്ട് പോയി എന്ന് പറയപ്പെടുന്ന കേരളീയ സമൂഹം പോലും വേണ്ടത്ര അർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് കുറച്ചുണ്ട് ചർച്ചകൾ, പഠനങ്ങൾ, പ്രഭാഷണങ്ങൾക്ക് ധാരാളം കേൾക്കുന്നുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആണ്. അത് സമ്പാദിക്കൽ തന്നെയാണ് ബിസിനസ് എന്നത്. ഇതിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഒക്കെ അതിന്റെ ബാക്കി വശങ്ങൾ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കേരളീയ സമൂഹത്തിൽ പറയേണ്ട ഒരു സംഗതിയാണ്. എങ്ങനെയാണ്, എന്താണ് ഈ സമ്പാദിക്കുക, വെൽത്ത് ഉണ്ടാക്കുക എന്നതിന്റെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഭയങ്കര ഒരു പൊതുവെയുള്ള ആൾക്കാർ എന്ത് സമ്പാദിക്കുന്നത് എന്തോ ഒരു മോശമുള്ള ഒരു കാര്യം പോലെയാണ്. അല്ലെങ്കിൽ എന്തോ കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ കച്ചവടക്കാരനാവുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തന്നെ ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹുവിന്റെ കച്ചവടം എന്ന് മാത്രമല്ല, ഇവരുടെ ഒരു ബന്ധം രൂപപ്പെടുന്നത് കച്ചവടത്തിൽ ഒരു എത്തിക്സിൽ നിന്ന് കൂടിയായിരുന്നു. അവിടെ നമുക്ക് മൊത്തത്തിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാല് കച്ചവടം, സാമ്പത്തിക, ഇത് ഇസ്ലാമിക നാഗരികതയെ നിർണ്ണയിക്കുന്നിടത്ത്, നാഗരികത മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തൊക്കെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്കറിയാം. ഇസ്ലാം പ്രചരിച്ചതിന് പിന്നിൽ തന്നെയും കച്ചവടത്തിൽ ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ കച്ചവട ആവശ്യത്തിനും വന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ആളുകൾ എത്തിയതിന് ചരിത്രം നമുക്ക് കാണാൻ പറ്റും. മഹാന്മാരായ സഹാബിമാരുടെ ചരിത്രം എടുത്തു നോക്കിയൊക്കെ അതിൽ തന്നെയും ഒരുപാട് ചരിത്രങ്ങൾ, അതായത് ഹിജറയില് എല്ലാം ഇട്ടെഴുന്നിട്ട് പോയ ആൾക്കാർ പിന്നെ അവിടെ പോയി കച്ചവടം തുടങ്ങിയതിന്റെ ചരിത്രങ്ങൾ, സ്ത്രീകൾ വരെ കച്ചവടം തുടങ്ങിയതിന്റെ ചരിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാം. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സ്ത്രീകളെന്ന് പറയുമ്പോ അതിൽ ഏറ്റവും രസകരമായ സാധനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോ പ്രവാചകന്റെ അവസാന സ്പീച്ച് നോക്കിയാൽ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഒരുപാട് സന്ദേശം നൽകുന്ന ഒരു പ്രഭാഷണമാണ്. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബിസിനസ് പഠിപ്പിച്ച ആരാന്ന് ചോദിച്ചാല് ഒരു സ്ത്രീയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. ശരിക്കും നമ്മള് പിന്നീടുള്ള ഒരു സമൂഹം നോക്കിയാൽ സ്ത്രീകൾ വല്ലാതെ അങ്ങനെ ബിസിനസ്സിലില്ല. ഇപ്പൊ നമ്മളുടെ കേരള സമൂഹത്തിലെ മുസ്ലിം എന്റർപ്രണേഴ്സ് നോക്കിയാൽ സ്ത്രീകൾ കുറവാണ്. ശരിക്കും അവർക്ക് അതിൽ വലിയ സാധ്യതകൾ, പുതിയ കാലത്ത് ഈ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ വന്നപ്പോ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. അതായത് പ്രവാചകന് ബിസിനസ് പഠിപ്പിച്ചു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹ ആണ് എന്നുള്ളത് പോലും നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ഉള്ള ഒരു സാധനമാണ്. നമ്മൾ ഈ പരിപാടിയുടെ ഒരു ഭാഗമായി തന്നെ സ്ത്രീകൾ പങ്കെടുക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ പരിപാടിയിൽ ഡെലിഗേറ്റ്സ് ആയിട്ട് ഒരു 10 to 15% എങ്കിലും സ്ത്രീകൾ നമ്മള് യങ് ലേഡീസിനെ നമ്മള് നമ്മള് ഈ അടുത്ത് ആലുവയില്
എനിക്ക് തോന്നുന്നു ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ GIA ഒരു പരിപാടി ആലുവയിൽ വെച്ച് മുസ്ലിം ഓണ്ടർപ്രണർഷിപ്പ് കോൺഫറൻസ്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അങ്ങനെ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ മാത്രമേ അങ്ങനെ കേരളത്തിൽ തന്നെ വളരെ വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നി. അപ്പൊ അതില് വളരെ ഒരു 50-60 സ്ത്രീകൾ അവരുടേതായ പല രീതിയിലുള്ള പ്രതിസന്ധികൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പലതരം കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു ബിസിനസ്സിലും വളരെ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചെറിയ ചെറിയ വീട്ടില് ഇതാക്കുന്ന സാധനങ്ങളാവാം. അവിടുന്ന് മുതൽ വളരെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, അതായത് കോളേജൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം കോവിഡ് ഒരുപാട് ഒരുപാട് സ്ത്രീകൾ നിർമ്മാണ സാമഗ്രികൾ. അതില് എനിക്ക് തോന്നുന്നത് അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡൈനാമിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കിയാല് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിയാൽ ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ആളുകളൊക്കെ തന്നെയും ഈ സംരംഭ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഭയങ്കര പ്രത്യേകിച്ച് ഇപ്പൊ സ്റ്റാർട്ടപ്പ് പോലത്തെ സംവിധാനം നമ്മളാകെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോലത്തെ സാധനം അതല്ലാതെ തന്നെയും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിലേക്കൊക്കെ തന്നെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ആളുകളൊക്കെ തന്നെയും കടന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സോളിഡാരിറ്റി ശരിക്കും നമ്മൾ ഇത്തരത്തിലൊരു കോൺഫറൻസ് നടത്തുന്നതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ആളുകൾ പ്രത്യേകിച്ച് പുതിയൊരു കാലത്ത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ, കാരണം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇത്തരം ഓപ്പൺ ഇതായിട്ടുള്ള ഒരു സാധ്യത ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ട് എന്നുള്ളതല്ല, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആളുകൾ അത്തരം ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളൊക്കെ തന്നെയും. കാരണം പണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഭയങ്കര ആക്സസ് ഇല്ല. ഇന്നിപ്പോ കുറച്ചുകൂടി ഗൾഫിൽ നിന്നൊക്കെ വന്ന് കുറച്ച് ക്യാപിറ്റൽ കിട്ടുന്ന സ്വഭാവത്തിലേക്ക് വളർന്ന് കമ്മ്യൂണിറ്റി വരുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കഴിയുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ഒരു കൂട്ടം ചെറുപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തു നോക്കിയാൽ കുറെ അധികം സ്റ്റാർട്ടപ്പുകൾ ലാസ്റ്റ് കടന്നു വന്ന കുറെ സ്റ്റാർട്ടപ്പുകൾ എടുത്തു നോക്കിയാൽ സ്ത്രീകളായ മുസ്ലിം ഓണ്ടർപ്രണേഴ്സ്, ചെറുപ്പക്കാരായ മുസ്ലിം ഓണ്ടർപ്രണേഴ്സ് ഒക്കെ യൂത്തിൽ നിന്ന് തന്നെ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അവരെ പല നിലക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിസിനസ് ഐഡിയകൾ വളരെ സുലഭമാണ്. നേരത്തെ പറഞ്ഞാല് നമ്മൾ ബിസിനസ് വാല്യൂസ് എന്ന് പറഞ്ഞ സാധനം വളരെ സജീവമാണ്. നമ്മൾ ഈ പുസ്തകത്തിന്റെ കച്ചവടത്തെ കുറിച്ച് പറയട്ടെ, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടൊക്കെയുള്ള പുസ്തകങ്ങളാന്ന് പറയലുണ്ട്, ഈ മോട്ടിവേഷൻ പോലത്തെ ഒക്കെ ബുക്കുകളാണെന്ന് പറയലുണ്ട്. അപ്പോ അതേ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വാല്യൂസ് സാധനങ്ങളൊക്കെ ഭയങ്കര വാല്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വലിയ വലിയ ട്രെയിനിങ് വർക്ക്ഷോപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ആളുകളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ കടന്നു വരുന്ന ഈ മേഖലയിൽ കാര്യമായ ഇത്തരം ചർച്ചകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിന് ഒരു വലിയ ലെഗസി ഉണ്ട്. ഇസ്ലാം പലതും ഇതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരത്തെ നമ്മൾ ഡിസ്കഷൻക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ ഇസ്ലാമിക ഇതിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ തന്നെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൂടി എനിക്ക് തോന്നുന്നു സോളിഡാരിറ്റി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു പ്രധാന കാരണമാണെന്ന് തോന്നുന്നു. ഈ കോൺഫറൻസ് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ ഇത് വളരെ പ്രസക്തമാണ്. കോൺക്ലേവിലൂടെ എനിക്ക് തോന്നുന്നു അത്തരം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഒരു ബേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആകെ വരിക പലിശ ഹറാം ഇതാണ്. പക്ഷെ എല്ലാ ദിവസങ്ങളിലും ആദ്യം അതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് പറയാ. പക്ഷെ നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ പറയുന്നത് തന്നെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ആദ്യം കച്ചവടം അങ്ങോട്ട് എന്ത് ചെയ്തു ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു. കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലയിലേക്ക് തിരിയാവുന്ന ഒരു സാധനം. അതിനെ ഹലാലാക്കിയിട്ടാണ് നിങ്ങൾ എന്നാൽ പലിശ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങൾ ചെയ്യണ്ട എന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ കച്ചവടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിന്റെ എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന ഇസ്ലാമിന്റെ ഒരു ബിസിനസ് കോൺസെപ്റ്റിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ എന്തത്? കാരണം ഒന്ന് ഹലാൽ, രണ്ട് ഹറാം. കച്ചവടം, പലിശ. ഒന്ന് പരസ്പര സഹകരണം, ലാഭം. മറ്റേത് ചൂഷണം അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കൽ. ഒന്ന് കരിഞ്ചന്ത നടത്തരുത്, പൂഴ്ത്തി വെക്കരുത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രവാചക അധ്യാപനങ്ങളൊക്കെ നേരത്തെ അംജദ് പറഞ്ഞില്ലേ. ഈ പിന്നെ പുതിയ കാലത്ത് ആളെ പേര് ഞാൻ പറയുന്നില്ലെങ്കിൽ ഇപ്പൊ കോഴിക്കോട് വിവാദ ഒരു പരിപാടി പറയുന്നത് ഈ കസ്റ്റമർ എന്ന് പറയുന്നത് വളരെ ഡീമീൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് ഇങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു പറ്റിക്കാനുള്ള ഒരു കാറ്റഗറിയാണ് സ്റ്റേക്ക് ഹോൾഡറാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അൾട്ടിമേറ്റ്ലി നിങ്ങളാണ് അതിന്റെ മാസ്റ്റർ. നിങ്ങൾ അതിന്റെ റൈറ്റും റോങ്ങും തീരുമാനിക്കാനുള്ള എല്ലാ അധികാരം നിങ്ങളിലാണ്. അവരെ ഒരു ടൂളായി കാണുന്നതിന് പകരം ഇസ്ലാം ശരിക്ക് നമ്മൾ ബിസിനസിനെ കാണേണ്ടത് ഒരു വ്യക്തിയെ പോലെയാ. നമ്മളുടെ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി
എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമാണ്. അപ്പൊ ഒരു വ്യക്തി എത്രത്തോളം സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, മാന്യമായിട്ടാണ് ഇടപെടുന്നത്, അയാളുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും, എൻഗേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. നല്ല ആളുകളെയാണ് നമ്മളിപ്പോ, ഞാനൊരാളെ സുഹൃത്താക്കണമെങ്കിൽ ആരെങ്കിലും പോയിട്ടല്ല ഒരു സുഹൃത്താക്കുക. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവണം, എന്നോട് അയാൾ നന്നായി പെരുമാറണം, എന്നെ പരിഗണിക്കണം. ഇങ്ങനെയാണല്ലോ നമ്മളൊരു വ്യക്തി. ഇതേപോലെയാണ് ബിസിനസ്സും. ബിസിനസ്സിൽ വിശ്വസ്തതയും സുതാര്യതയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നോളും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഇപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടാവും, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടും. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ എന്തോ ഒരു ഉടായ്പ പരിപാടിയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യൂല, അതിനെ അപ്രോച്ച് ചെയ്യൂല. നേരെ കുറച്ച് ആ ബിസിനസ്സിനെ അതിന്റെ ഓവറോൾ അത് പിന്നെ അതിന്റെ എല്ലാ മേഖലയിൽ നോക്കിയാലും വളരെ വിശ്വസ്തമായ പിന്നെ ക്രെഡിബിൾ ആയ ഒരു സാധനമാണെങ്കിൽ ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്തോളും. അതിന് പിന്നെ ക്യാപിറ്റൽ ഇടാൻ ആളുണ്ടാവും, അതിന് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ കഴിയും. കാരണം പ്രൊഡക്റ്റ് ജെന്യൂൻ ആയ പ്രൊഡക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും വെച്ച് ആളുകളെ പിന്നെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും മാറിയിട്ടുള്ള ഒരു സാധനമായിരിക്കും. എത്തിക്സ് ആൻഡ് വാല്യൂസ് കീപ്പ് ചെയ്യുക എന്നുള്ള ബിസിനസ്സിൽ ഒരു ഇൻഡിവിജ്വലിനെ എത്തിക്സ് ആൻഡ് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ തന്നെയാണ് ഒരു സൊസൈറ്റി ഒരു എത്തിക്സ് ആൻഡ് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ബിസിനസിനെ കാണുന്നത്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ എന്തോ ഒരു സാധനം എന്നുള്ളതിലപ്പുറത്തേക്ക് ഇസ്ലാം ഈ സാധനം നൽകുമ്പോ ഇത് ഒരു ബിസിനസ്സിലേക്ക് ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോ, ഞാൻ ഇങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേക്ക് ഹോൾഡേഴ്സ് സംതൃപ്തരായിരിക്കും. ഈ ബിസിനസ് ഗ്രോത്ത് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോ എന്താ വെച്ചാല് ശരിക്കും ഞാൻ നേരത്തെ പറയും, വാല്യൂസ് എല്ലാം ഇപ്പോ പൊതുവെ ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആൾക്കാർ ട്രസ്റ്റ്, കസ്റ്റമറിന്റെ ഒരു ട്രസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ക്രെഡിബിലിറ്റി, പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇങ്ങനത്തെ കുറെ എത്തിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു പൊതുവെ വെസ്റ്റേൺ ഇതിൽ നിന്നൊക്കെ വരുന്ന പൊതുവെ ഒരു എത്തിക്കൽ ഇതിൽ നിന്നൊക്കെ തന്നെ ഈ ബിസിനസിനെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോ നമ്മൾ നടത്തുന്ന നമ്മളിപ്പോ കാണുന്ന പല രീതിയിലൊക്കെ ടിപ്സിൽ പറയുന്നത്. പക്ഷെ രസം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വാല്യൂസിന്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രോഫിറ്റ് ആണ്. അവരുടെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഒരു ജെന്യൂൻ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടായാലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആവണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെയാണ് കുറച്ചും കൂടി ഇസ്ലാമിന്റെ ഒരു കച്ചവട രീതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ കുറച്ചുകൂടി ഇപ്പം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുറച്ചുകൂടി ഭൂമിയുടെ ഒരു ഖലീഫ എന്ന സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ പ്രശ്നങ്ങൾ, ഭൂമിയിലെ ഇടപാടുകൾ, ഇതിനൊക്കെ വേറെയും ചില തലങ്ങളും വേറെ ചില ആലോചനകളും ഉണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് അല്ല, പെയിൻ പോയിന്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകളുടെ പെയിൻ പോയിന്റുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഓരോ ബിസിനസ്സുകാരും. അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോ നാട്ടിലൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെറുത് മുതൽ ഒരു ഐഡിയ മുതലുള്ള സാധനങ്ങൾ. നാട്ടിലൊരു മാലിന്യ പ്രശ്നമുണ്ട്, അവിടുന്ന് ഒരു മാലിന്യ സ്റ്റാർട്ടപ്പ് ഉണ്ടാവും. അത് അവിടുന്ന് മുതൽ ചിലപ്പോൾ നാട്ടിലൊരു അച്ചാറിന്റെ ഒരു കുറവുണ്ടെന്ന് വിചാരിക്കാം, ഒരു അച്ചാർ ബിസിനസിന് അവിടെ ആയിരിക്കും ആ പെയിൻ പോയിന്റിനായിരിക്കും ഏതൊരു കച്ചവടം എടുത്തു നോക്കിയാലും നമ്മൾ സോൾവ് ചെയ്യുന്നത് കാണാൻ പറ്റുക. അങ്ങനെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ വലിയ ഹൈവേയിലോട്ട് പോകുമ്പോ ഹൈവേന്റെ ബാരിക്കേഡ് ക്രോസ് ക്രോസ് ചെയ്യണമെങ്കിൽ ഏണി വേണം. അതിന്റെ മുകളിൽ കൂടി ഏണി എല്ലാവരും സൊല്യൂഷൻ ആവശ്യകതയെ ശരിക്കും പറഞ്ഞാൽ ഏണി നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, അതാണ് സൊല്യൂഷൻ, അത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പെയിൻ പോയിന്റിൽ കൊടുന്ന എണി വെക്കുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ആയി മാറാം. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻ പോയിന്റിനെ പരിഹരിക്കുക, ഇസ്ലാമിന്റെ ഒരു എത്തിക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻ പോയിന്റിനെ പരിഹരിക്കുക എന്നുള്ളതിൽ ഇസ്ലാമിൽ വേറെ ചില തലമുണ്ടെന്നാണ്. കാരണം നാട്ടിലെ ആളുകളുടെ പ്രശ്നമായിരിക്കും അത്, ആളുകളുടെ ആവശ്യങ്ങളായിരിക്കും, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മുടെ ഇതിലൊരു വളരെ ഈ വാല്യൂ സിസ്റ്റത്തിന്റെ ഇടയിൽ ഇപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാല്യൂസിന് വളരെ വലിയ ഒരു മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സോളിഡാരിറ്റിയുടെ ഈ ഒരു കോൺക്ലേവ് ശരിക്കും കുറച്ചും കൂടി ആ ഒരു ഏരിയനെ കവറപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഹൈലൈറ്റിൽ ഈ വിഷയം വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഭൗതിക ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, ഇതിന്റെ മെറ്റാഫിസിക്കൽ ആംഗിൾ ഉണ്ട്. എനിക്ക് ഈ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഷെയർ ആക്കി എടുത്തു കണ്ടൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ, നമ്മൾ ID ഫ്രഷിന്റെ PC ഓൺടർപ്രണർ ആയിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു IIT-B വെച്ചിട്ട് അദ്ദേഹം അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് MBA. അവിടുത്തെ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വളരെ ഷോർട്ട് സ്പീച്ചാണ്, പക്ഷെ ഭയങ്കര കണ്ടന്റ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അതിന്റെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഈ ID ഫ്രഷ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ ഔട്ട്ലെറ്റ്, അവരുടെ ഫാക്ടറീസ് ചെന്നൈയിലേക്ക് വികസിപ്പിക്കുന്ന സമയത്ത് ചെന്നൈയിൽ അദ്ദേഹം പോയി ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് അതിന്റെ ഒരു ഇനീഷ്യൽ പീരീഡിൽ അത്ര
ആക്സെപ്റ്റൻസ് കിട്ടാൻ ഒരു ടൈം ഉണ്ടാവും, ഒരു ബ്രേക്ക് ഇവൻ ടൈം ഉണ്ടാവും ബിസിനസ്സിൽ. പക്ഷെ ചെന്നൈയിൽ ഇത് മായം ചേർത്തും അല്ലാതെയും വില കുറച്ച് വിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ തന്നെ പ്രോഡക്റ്റ് വട ബാറ്റർ, ഈ ഇഡ്ഡലി ബാറ്ററൊക്കെ വില കുറച്ച് വിൽക്കുന്ന വെൻഡേഴ്സ് ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട് വില കുറച്ച് വിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൽ അവർ മായം ചേർത്തും പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ്. പക്ഷെ എത്ര കളിച്ചിട്ട് ഇദ്ദേഹത്തിന് ഈ കമ്പനിക്ക് ഇത് ഇവിടെ ബിസിനസ്സിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ചെന്നൈ. എന്നിട്ട് അതേ അവസാനം പറയുകയാണ്, എന്റെ മുമ്പിൽ 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഇവരെ പോലെ ബിസിനസ്, അതല്ലെങ്കിൽ ഫാക്ടറി അടച്ചുവിട്ടുക. എന്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ചില ഫാക്ടറി അദ്ദേഹം അടച്ചു കൂട്ടിയിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ പടച്ചവനോട് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു, ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ തന്നെ അദ്ദേഹം പറയും. കരഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ബിസിനസ് അദ്ദേഹത്തിന്റെ ഫാക്ടറി മൊത്തം അടച്ചു പൂട്ടിയതിന്റെ പ്രയാസത്തിൽ കരയുന്നതാണ്. പക്ഷെ അദ്ദേഹം പറയാണ്, ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു ടഫസ്റ്റ് ഡിസിഷൻ എടുക്കുവാനുള്ള കറേജ്, ധൈര്യം എനിക്ക് തന്നത് കൊണ്ട് ഞാൻ പടച്ചോ നോക്കിട്ട് കരഞ്ഞാൽ, അവിടെ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആളുകളെ വഞ്ചിക്കാനും പറ്റിക്കാനും അതിൽ കോംപ്രമൈസ് ചെയ്യാനും ഞാൻ തയ്യാറില്ല. മറിച്ച് ഈ ഒരു ഡിസിഷൻ, എനിക്ക് അദ്ദേഹം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം അതാണ്, ജീവിതത്തിൽ എപ്പോഴാണോ ടഫസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ടത് ബിസിനസ്സിൽ, അപ്പൊ നിങ്ങൾ എടുക്കണം എന്ന് വേണ്ടി അദ്ദേഹം നിങ്ങൾ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞത് പരസ്പരം സംതൃപ്തിയോടുകൂടിയുള്ള കച്ചവടം. ഇത് പിന്നെ കസ്റ്റമർ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടായാൽ മതി. അതാണല്ലോ ഒരു പുതിയൊരു കൺസെപ്റ്റിലൊക്കെ പലരും പറയുന്നത്. അതല്ല, ഞാൻ ബിസിനസ് നടത്തുമ്പോൾ സൊസൈറ്റിയോട് കുറെ ബാധ്യതകളുണ്ട്, സൊസൈറ്റിക്ക് പലതും ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംതൃപ്തി ഉണ്ടാവുക, കസ്റ്റമർ സംതൃപ്തനായിരിക്കണം. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എനിക്ക് ലാഭം ഉണ്ടാക്കൽ മാത്രമല്ല, അത് വാങ്ങിയ കസ്റ്റമർ സംതൃപ്തനാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഈ ഒരു ആയത്ത് മാത്രം പരിശോധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് സാധനം ആളുകളൊരു ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫിയർ എന്താന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പിളൊക്കെ മുറുകെ പിടിച്ചാൽ നഷ്ടം സംഭവിക്കും, നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആയി പോകും. പക്ഷെ ഈ പ്രവാചകന്റെ തന്നെ ചരിത്രം പഠിച്ചു വെക്കുമ്പോൾ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. അശ്റാം മുബശ്ശിരിയിൽപ്പെട്ട പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷാർത്ഥിക്കപ്പെട്ട 10 പേരിൽ 6 പേരും ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ മൾട്ടി മില്യനേഴ്സ് ആയിട്ടുള്ള സ്വഹാബിമാരാണ്. അപ്പോ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന പേരാണ് മോസ്റ്റ് വെൽത്തിയസ്റ്റ് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അദ്ദേഹത്തിന്റെ വെൽത്ത്, അദ്ദേഹം മരണപ്പെടുമ്പോൾ വഫാത്താകുമ്പോഴുള്ള വെൽത്തിനെ കുറിച്ചുള്ള കണക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പൊ എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷെ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ബിൽഗേറ്റ്സ് ആയിരുന്നില്ല ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും സമ്പന്നനായ വ്യക്തി, അദ്ദേഹത്തിന്റെ വെൽത്തിനേക്കാൾ അന്നത്തെ കാലത്ത് ഒരു താരതമ്യത്തിൽ ആ സമ്പത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോയ അങ്ങനെ ഉണ്ടല്ലോ വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, അള്ളാന്റെ അധ്യാപനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ. അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു കഥയെ കുറിച്ച് പറയാറുണ്ട്. ഒരാള് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പിന്നെ എന്തോ ഒരു ആവശ്യം ചോദിക്കുന്നുണ്ട്, ഒരു സാമ്പത്തിക ആവശ്യം. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് അയക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഭയങ്കര ബഹളം, ഇയാളും ഭാര്യയും തമ്മിൽ ഭയങ്കര ബഹളത്തില്. അപ്പോ പിന്നെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ തലേ ദിവസം കത്തിച്ച വിളക്കിന്റെ തിരി അതെവിടെയെന്ന് ചോദിച്ചിട്ടാണ് പ്രശ്നം. അപ്പൊ തലേദിവസം കത്തിയതാണ്, അതിന്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ തിരി എവിടെ എന്നും ചോദിച്ചിട്ടാണ് ഭാര്യയായിട്ട് പ്രശ്നം. അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട് എനിക്കെന്ത് കിട്ടാനാന്ന് ചോദിച്ചാൽ അയാൾ തിരിച്ചു വന്നു. അങ്ങനെ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോ ഒന്നല്ല ചെന്നോക്ക്. അങ്ങനെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അയാൾ പറഞ്ഞു, ഞങ്ങൾ വന്ന് കണ്ട്, ഞാൻ ഇവിടെ അടിയിലും തിരക്കിലൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, എന്താ നിങ്ങൾ ആവശ്യം എന്നൊക്കെ ചോദിച്ചപ്പോ അയാളിങ്ങനെ പിന്നെ എന്തോ സാമ്പത്തിക ആവശ്യം, വീടോ ഭക്ഷണം എന്തോ ആവശ്യമാണ്. അപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു ഒരു കയ്യില് ഒരു കിഴി സ്വർണം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഭാര്യയോട് പിന്നെ പ്രശ്നം ഉണ്ടാക്കി ആ തിരി കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ സമ്പാദിക്കണം. അതായത് ഇതുപോലെ സമ്പാദിക്കണം. ഈ തിരി എന്ന് പറയുന്നത് പിന്നെ ചെറിയ തിരിയാണെങ്കിലും സൂക്ഷ്മതയോടുകൂടി ആ സാധനം ഇന്നലെ കത്തിയല്ല, ഇന്ന് പുതിയ തിരിക്ക് ചെലവും പ്രശ്നമൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇന്നലെ കത്തിയ തിരിയിൽ ബാക്കി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഉപയോഗിക്കണം, ഇങ്ങനെ ചെലവഴിക്കണം. കൊടുക്കുന്നതില് യാതൊരു
പിന്നെ ഇതും കാണിക്കണ്ട. എത്തിക്സിനെ കുറിച്ച് പുതിയ ഒരുപാട് ട്രെൻഡ്സ് ഉണ്ടല്ലോ, പുതിയ കച്ചവട രീതികള്. പെമ്മല്ലം സോൾഡാറ്റ് എനിക്കൊന്ന് സമരങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് നടത്തിയിരുന്നു. എംഎൽഎമ്മിന്റെ ഒരുപാട് ഇരകളും എംഎൽഎമ്മിന്റെ പുതിയ പുതിയ രൂപങ്ങൾ, പഴയത് വരുന്നു വലുതാവുന്നു തകരുന്നു, പുതിയ പേര് വരുന്നു വലുതാവുന്നു തകരുന്നു. എല്ലാത്തിനും കേരളത്തിൽ ആളുകൾ ഒരുപാട് പറ്റിക്കപ്പെട്ട കേസുകളുടെ വലിയൊരു പരമ്പര തന്നെ കേരളത്തിന്. അതിന്റെ ഒരുപാട് ആളുകൾ അതിൽ വീണു പോകുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ. അത് നമ്മളൊരു പരിപാടിയിൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള എനിക്കൊന്നൊരു സെഷനോ അല്ലെങ്കിൽ ഒരു പാർട്ട് നമ്മള് ഈ പരിപാടി നമ്മൾ അതിൽ കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ അഡ്രസ് ചെയ്ത ഒരു സാധനമാണ് ഇതില്. പിന്നെ മണി ചെയിൻ ഉണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാവും, സംഗതി. അതിൽ ആകർഷിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ശരിക്കും ആർത്തിയാണ്. ബേസിക് നോക്കിയാൽ ആർത്തിയാണ്. അത് പണം ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സൊല്യൂഷനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ അവതരിപ്പിക്കുന്ന ആളുകൾ BMW ബെൻസിലും ഒക്കെ വാടക എടുത്താണെങ്കിലും അതിലാണ് വന്നിറങ്ങുക. അപ്പോ പിന്നെ ആളുകൾ അതിൽ അട്രാക്റ്റഡ് ആവാണ്. പിന്നെ അതിന്റെ ഒരു ബേസും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ടോപ്പിലുള്ള ഒരു 1% നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ഒരു ഐഡിയ മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാവും, അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, രക്ഷപ്പെടും. താഴെയുള്ളവരൊക്കെ ഇതിന് പിന്നാലെ ഓടുന്നല്ലാതൊന്നും കിട്ടൂല എന്നാണ്. ഇതിൽ ഏറ്റവും രസകരമായ സാധനം ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുള്ള ഒരു ചങ്ങായി തുടങ്ങിയ ഒരു സാധനമുണ്ട്, മോറിസ് കോയിൽ എന്ന് പറഞ്ഞിട്ട്. അത് പിന്നീട് തകർന്നു. അതിന്റെ തകരുന്നതിന്റെ ഒരു 3 മാസം മുന്നേ ഞാൻ കുറ്റ്യാടി ഐഡിയൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ എന്റെ ഒരു സുഹൃത്തുണ്ട്, അവന് പിന്നെ അധ്യാപകനായിരുന്നു. എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നല്ല ലാഭമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര ലാഭമൊക്കെ പറയുന്നു, അത്രയൊക്കെ ഉണ്ടാവുമോ, ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പലരും സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉടൻ തകരും, നിങ്ങൾ എന്ത് ചെയ്യരുത്, പൈസ കളയരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്ര റിട്ടേൺ ഉണ്ടെങ്കിൽ അംബാനിയൊക്കെ വേറെ ബിസിനസ് നടത്തണ്ടല്ലോ, പല ബിസിനസ്സിലുള്ള റിട്ടേണിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പറയുന്നത്. ഇത് 3 മാസം കഴിഞ്ഞപ്പോ തകർന്ന സമയത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയത് 300 സംതിങ് കോടിയാണ് ഈ 36 വയസ്സുള്ള മലപ്പുറത്തെ ചെറുപ്പക്കാരന്റെ ഈ ബിസിനസിന്റെ അക്കൗണ്ടിലേക്ക് വന്ന് കിടക്കുന്നത്. കോടികൾ, അതെ, വന്നിങ്ങനെ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എനിക്ക് 1 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പൈസ വന്ന് 1 ലക്ഷം ആവണ്ട, ഒരു കുറച്ച് ദിവസം കൊണ്ട് 50,000 ആയാൽ ഞാൻ എന്ത് ചെയ്യും, പണയം വെച്ചിട്ടും കടം വാങ്ങിയിട്ടും എന്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടും അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഒരു എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പല ചൂഷണങ്ങളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ആളുകളുടെ പൈസയാണ്. ശരി, എനിക്ക് തോന്നുന്ന ഈ ഒരു മനോഭാവമാണ് പ്രശ്നം. അതായത് പെട്ടെന്ന് സമ്പാദിക്കുക, പെട്ടെന്ന് കാശിട്ടുക, പെട്ടെന്ന് എന്തോ സെറ്റിലാവുക എന്നൊക്കെയാണ് പുതിയ കാലത്ത് ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു, നമ്മൾ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് കുറച്ചുകൂടിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് പുതിയ അവബോധങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഇതൊക്കെ എന്തൊക്കെ സമ്പാദിക്കുക എന്നുള്ളതാണ്. അതെ, ഗ്രാജുവൽ ഗ്രോത്തോ, ശരിക്കും ആ ഗ്രോത്തിൽ തന്നെ പ്രത്യേകിച്ച് എത്തിക്സോ ഒന്നും വേണ്ടതില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആളുകൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് രീതികളിലേക്കൊക്കെ ഒരുപാട് നല്ല ഇൻവെസ്റ്റ്മെന്റ് രീതികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതൊന്നും അല്ലാത്ത ചില മേഖലയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നു. തമാശ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇപ്പൊ കുറച്ചു മുമ്പ് എന്റെ ഒരു സുഹൃത്ത് അയാളെ ഇതുപോലെ ഈ MLM ഇതിൽ വന്നെന്ന്, അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ ഞാനത് പറഞ്ഞത് നമുക്ക് പ്രശ്നമാണ്, ഇതിന്റെ പ്രശ്നം, ആള് മുസ്ലിം ഒന്നല്ല, പിന്നെ ഞാൻ ജസ്റ്റ് ആയിട്ടൊരു ഹലാൽ ഹറാമ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഹലാലാക്കിയതിന്റെ വേറെ കഥയും വെച്ചിട്ട് 10 രൂപയ്ക്ക് തന്നെയാണ് വരുന്നത്. അതെ, നമ്മുടെ നാട്ടില് ഇതിനൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇവരെന്നെ കൊടുക്കും, കമ്പനീന്റെ ആളുകൾ നമ്മളോട് ആദ്യം സംസാരിക്കുമ്പോ ഇത് അങ്ങോട്ട് ചോദിക്കുമല്ലോ. ഈ ചോദ്യങ്ങൾക്ക് ഇത് അവരുടെ മുകളിൽ ആളുകൾ എടുത്ത് ചോദിച്ചാൽ ഇഷ്ടംപോലെ. പക്ഷെ ലോകത്ത് നിങ്ങൾ പരിശോധിച്ചാല് വളരെ പ്രധാനപ്പെട്ട പണ്ഡിത സഭകളൊക്കെയും ഇതില് ഫത്വ കൊടുത്തത് ഹറാമാണെന്ന. പക്ഷെ ഹലാലാക്കുന്ന ഫത്വ കൊടുക്കാൻ ആളുകളുടെ അജ്ഞത മുതലെടുത്ത്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ചില കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് കൂടിയാണ്. കുറച്ച് ഒരു സാങ്കേതിക സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിക സംഘടനകള്, മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ കുറച്ചും കൂടി ഈ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ ആയ ആളുകളൊക്കെ ഇടപെടുന്ന, അവരൊക്കെ എൻഗേജ് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ ആ മേഖലയിൽ കുറച്ചും കൂടി ഒരു ഇടപെടലുകളും ആലോചനകളും പഠനങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരുപാട് പുതിയ പ്രവണതകൾ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യങ്ങളിൽ മറ്റൊക്കെ തന്നെയും. ഇപ്പോ ബിറ്റ് കോയിൻ പോലെയുള്ള പുതിയ
സാങ്കേതിക കാര്യങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് അത്തരം ഒരു മേഖലയിലേക്കുള്ള ഒരു ചുവടുപ്പായിട്ട് തോന്നുന്നു ഇത്തരം സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ ഇതില് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പൊതുവെ നമ്മളുടെ ആളുകൾ ഹെൽപ്പ് ഡെസ്കുകൾ സംവിധാനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഹലാലായ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലുള്ള സെഷൻ തന്നെ ഇപ്പോ ഷെയർ മാർക്കറ്റിൽ എന്താണ് ഇതിന്റെ ഒരു ഇസ്ലാമിക നിയമം? ഇത് ഭയങ്കര ഒരു വർക്ക്ഷോപ്പ് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പവും കാര്യമായി എത്താത്ത ഒരു മേഖലയാണ് ഈ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്. അതിലൊക്കെ ഹലാലായ പല സംവിധാനങ്ങളും നിലവിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ സെഷൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അത് വലിയ ഗ്യാപ്പാണ്. ഇപ്പോ ഈ കോവിഡിന്റെ സമയത്താണ് എനിക്ക് ഓർമ്മയില്ല, ഓൺലൈനിൽ MLM-ന്റെ ഒരു ഇസ്ലാമിക മാനത്തെ കുറിച്ചുള്ള പരിപാടി ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് വേറൊരു ഭാഗത്ത് പലതരം ആക്ടിവിറ്റീസ് നടത്തുന്നത് കൂടി അതിന്റെ കൂടെയാണല്ലോ നമ്മൾ ഈ മുസ്ലിം ബിസിനസ് മീൻസ് എന്താണ് നമ്മുടെ യൂത്ത് ബിസിനസ് കോൺക്ലേവ് നടത്തുന്നത്. അപ്പൊ അതില് ഒരു കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്നൊരു വേറൊരു ആസ്പെക്ട് അതുകൂടി നമ്മൾ, അതായത് ഇന്ത്യയിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, ഇന്ത്യൻ പോപ്പുലേഷന്റെ ഒരു 15% കേരളത്തിലേക്ക് വരുമ്പോൾ അതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു ഭാഗത്ത്, മറുഭാഗത്ത് മുസ്ലിം ബിസിനസ്മെൻ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ UP-യിലൊക്കെ കണ്ട ഭയങ്കര ഒരു ജനസൈഡൽ പ്രോസസ്സിന്റെ തന്നെ ഭാഗമായിട്ട് മുസ്ലിം ആപ്പിളും ഓറഞ്ചും വെക്കുന്ന കച്ചവടക്കാരുടെ മുന്നിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണം. എന്തിനാ വെച്ചാൽ ബോയ്ക്കോട്ട് ചെയ്യാൻ അവരുടെ ക്ലിയറാണ്. വളക്കച്ചവടക്കാരെ ബോയ്ക്കോട്ട് ചെയ്യുന്നു, അവരെ മർദ്ദിക്കുന്നു, ലിഞ്ചിങ്ങിന് വേണ്ടി. ഇങ്ങനെയുള്ള ഈവൻ BJP ബാംഗ്ലൂർ കർണാടകയിൽ ഭരിക്കുന്ന കാലത്ത് അവിടെ നിന്നുള്ള ഒരുപാട് സ്റ്റോറീസ് നമ്മൾ, ഈവൻ അവിടുത്തെ കമ്പനി പോലും ഈ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിട്ടുപോയതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെ. ഈ ആസ്പെക്ട് കൂടി ഒരു കമ്മ്യൂണിറ്റി, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അവരുടെ ഒരു ബിസിനസ് വെഞ്ചേഴ്സ്, അവരുടെ ഒരു എംപവർമെന്റ്, അവരുടെ ഒരു ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ കമ്മ്യൂണിറ്റിയുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അതില് അതുകൂടി നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു നമ്മുടെ എന്താണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ധാരാളം പുതിയ ഓണ്ടർപ്രനേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്മെൻ, ബിസിനസ് വിമൻ ഉണ്ടാകണം എന്നൊരു അതിനുള്ള ഒരു സ്പേസ് കൂടി അല്ലെ. ഇതില് എന്താ വെച്ചാല് ഇപ്പോ നമ്മള് പൊതുവെ ബിസിനസിന്റെ മേഖലയിലെ ആളുകൾ പൊതുവെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എക്കോസിസ്റ്റം ഉണ്ടാവണം. ഇപ്പോ അതായത് ഇപ്പൊ കേരളത്തിൽ ഒരു ബിസിനസ് എക്കോസിസ്റ്റം ഉണ്ടോ, ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ടോ, ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ടോ എന്നൊക്കെ ആളുകൾ പറയും. എക്കോസിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരും മാത്രം വിചാരിച്ച മാത്രം നടക്കുന്ന ഒരു സാധനമല്ല. പല സംവിധാനം, ഇപ്പൊ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാവണം, നാട് ഉണ്ടാവണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുക. എക്കോസിസ്റ്റം ഉള്ളിടത്താണ് ഒരു ബിസിനസ്സിന് തഴച്ചു വളരാൻ കഴിയുക. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഓണ്ടർപ്രണേഴ്സിന് ഈ എക്കോസിസ്റ്റം പലപ്പോഴും പറഞ്ഞ പോലെ എന്താണ്, ചില ആളുകൾക്ക് ഇവിടെ കുറച്ചും കൂടി ഡബിൾ പണിയെടുക്കണം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ചില ആൾക്കാര് കുറച്ച് ഒരു ഡബിൾ സമന്മാരാണെന്ന് പറഞ്ഞ പോലെയൊക്കെ. ഇതിലെന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് പലപ്പോഴും കാണുന്നത്. അതിലാണ് ഇപ്പോ അതിന് വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ UP-യിലും ഇവൻ കേരളത്തിൽ വരെ വളരെ നോട്ട് ചെയ്ത് തന്നെ ഇത്തരം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവാദമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ചുംബന സമരമായി തൊട്ട് നമുക്ക് ഇവിടെ അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ കഴിയും. അപ്പോ ഈ എക്കോസിസ്റ്റത്തിൽ പലപ്പോഴും പുറത്താണെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്ന്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എക്കോസിസ്റ്റത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഓണ്ടർപ്രണേഴ്സിന് നമുക്ക് ഗുണകരമായിട്ട് അവരെ എക്കോസിസ്റ്റത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വലിയ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ നെറ്റ്വർക്കിങ്ങുകൾ ഉണ്ടാവണം, ബിസിനസ്സുകാർ തമ്മിൽ തന്നെയുള്ള ചില നെറ്റ്വർക്കിങ്ങുകളും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നത് മുസ്ലിം എന്നതിന് അപ്പുറത്തേക്ക് ഒരു സാമൂഹികപരമായി തന്നെ അവർ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഒരു നെറ്റ്വർക്കിങ്ങിലൂടെയാണ് പലപ്പോഴും നമുക്കറിയാം ബിസിനസ് ഒരുപാട് ബിസിനസ് ഇവന്റുകളൊക്കെ നടത്തുന്നത് നെറ്റ്വർക്കിങ്ങിനകത്താണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കോൺക്ലേവിൽ ഒരു പ്രധാന ഒരു പ്രധാന ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് ഇതിൽ ഒരു വലിയ നെറ്റ്വർക്കിംഗ് നടക്കും, ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് ഡിസ്കഷൻ ആളുകൾ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ചില ആളുകൾക്ക് റീറ്റെയിലായിരിക്കും ഉണ്ടാവുക, ചില ആൾക്കാർ ഹോൾസെയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വേറൊരു മേഖലയിലുള്ളവർ, അവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും. വെസ്റ്റ് ബംഗാൾ നമ്മളൊരു സുഹൃത്തുണ്ട്, അബു ജാഫർ, അദ്ദേഹം 2 തവണ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ ഇവിടെ സ്പൈസ് ട്രേഡ് നടത്തുന്ന ആളുകളുടെ കോണ്ടാക്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കാരണം അവിടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ അതിന്റെ ആളുകളുണ്ട്. കേരളം തന്നെ സ്പൈസ് മാർക്കറ്റ് പ്രധാന ഈ
കുറച്ചും കൂടി ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ബിസിനസ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഇതിൽ തന്നെ ഇപ്പൊ പിന്നെ കേരളം പൊതുവെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്ഥലമാണ്. ബാക്കി അധിക സ്റ്റേറ്റ് നോക്കിയാൽ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോ അതിനെക്കുറിച്ചുള്ള നമ്മൾ ഇതിൽ തന്നെ ഒരു സെഷൻ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പ്രൊഡക്ഷൻ സാധനങ്ങൾ അത് നമ്മൾ കേരളത്തിലേക്ക് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ബിസിനസ്സിൽ തുറന്നു വെക്കാവുന്നതാണ്. അപ്പൊ അത് നമ്മളൊരു സെഷനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 2 സാധനം വരുന്നുണ്ട്. ഒന്ന് അവിടെയുള്ള വളരെ പിന്നാക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റിയെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് ഇവിടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അത് നമ്മളുടെ ആശയത്തിലുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ച് കുറച്ചുകൂടി സമൂഹത്തിൽ ഇപ്പോ മുമ്പ് നമ്മളുടെ ആളുകളൊക്കെ പോയത് മിഡിൽ ഈസ്റ്റാണ് പൊതുവെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി പോയി ബിസിനസ്സും പലതും ജോലിയൊക്കെ ആയിട്ട് പോയ സ്ഥലം. ഇപ്പൊ അതല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ മുമ്പത്തേതിനേക്കാൾ ചൈന വലിയൊരു മാർക്കറ്റാണ്. പിന്നെ നമ്മളതില് പ്രധാനമായും ചൈന, അതേപോലെ ഫാർ ഈസ്റ്റ്, പിന്നെ ഉള്ളത് യൂറോപ്പ് ബിസിനസ്സാണ്. പിന്നെ ആഫ്രിക്ക ഇപ്പൊ ഒരു പുതിയൊരു ഒരു പ്രതലം അങ്ങനെയുണ്ട്. അപ്പോ അവിടെ ഒക്കെ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അതായത് ആ സാധ്യതകളിലേക്ക് നമ്മളുടെ ഒരു പിന്നെ ഓഡിയൻസിന് അങ്ങനെ ഒരു ധാരണ, ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോവാം. നിങ്ങളിപ്പോ ഇവിടെ എന്തോ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിനെ വേറൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലോകത്ത് ഇപ്പൊ ഏകദേശം എല്ലാ ഭാഗത്തും ബിസിനസ് നടക്കുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഐ.ടി. ഞങ്ങളുടെ ടാർഗറ്റ് മൊത്തം ഗ്ലോബ് എന്നുള്ള കാരണം സ്വാഭാവികമായിട്ട് വലിയ ബൗണ്ടറികളൊന്നും നമുക്ക് ഇല്ലാത്തൊരു കാലം. ലോകത്ത് എവിടെയും ബിസിനസ് നടത്താൻ നിങ്ങൾക്ക് ഈ റൂമിലിരുന്ന് നടത്താവുന്ന ഒരു കാലാണ്. ഞാന് വേറൊരു ബിസിനസ്സുകാരനെ കോഴിക്കോട് ഒരു സാധാ ടെക്സ്റ്റൈൽ ഹോൾസെയിൽ ബിസിനസ്സുകാരനെ പോയി കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരു പിന്നെ ഒരു ഡെസ്ക്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. അതിലുള്ളത് 16 ക്യാമറയാ, അതായത് 16 CCTV ക്യാമറ. അല്ല, രാജ്യത്തൊന്നുമല്ല, കേരളത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ 16 ഷോപ്പിന്റെ ഇയാള് ഒരു അതായത് ഇത് ലോകത്തേക്കും വ്യാപിപ്പിക്കാം. ഒരു കേരളത്തിൽ ചെയ്യുന്ന പോലെ വേറെ എവിടെയും ചെയ്യാം. അയാളിപ്പം 16 എണ്ണം കൺട്രോൾ ചെയ്യുന്നത് ഒരു സീറ്റിൽ ഇരുന്നിട്ടാണ്. ഇത് എളുപ്പമാണല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ വേറെ ഒന്ന് ടെക്നോളജി പിന്നെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ബിസിനസ്സിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരക്കിൽ ഇങ്ങനെ പോകുന്നതിന്റെ ഇടക്ക് ഒരു ഒഴുക്കിലും ഇങ്ങനെ പോവുക ചെയ്യാം. കുറെ ആൾക്ക് കൊടുക്കാനുണ്ടാവും, കുറെ ആളെ കിട്ടാനുണ്ടാവും. ഈ തലവേദന അല്ലാതെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആളുകൾ മറന്നു, അടച്ചുപൂട്ടി പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഇപ്പോ വലിയ സെറ്റപ്പ് അല്ലെങ്കിൽ ആൾക്കാർ കയറില്ല. അപ്പോ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ടെക്നോളജി മൊത്തത്തിൽ തന്നെ നമ്മള് ലോകക്രമത്തിൽ തന്നെ പൊതുവെ പല രീതിയിൽ തന്നെ ടെക്നോളജി നമ്മുടെ ജീവിതത്തൊക്കെ തന്നെ പല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ പുതിയ കാലത്ത് കുട്ടികൾ, ഇപ്പൊ നമ്മൾ ഒരു യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ജെൻസി എന്ന് പറയുന്ന ഒരു പ്രായഘടനയുള്ള കുട്ടികളാണ്. അത് പറഞ്ഞാൽ ഏകദേശം ഒരു 90കൾക്ക് ശേഷം ജനിച്ച ആൾക്കാരാണ് നമ്മൾ ജെൻസി എന്ന് വിളിക്കുക. അപ്പൊ അവരാണ് ഒരു പ്രധാന കസ്റ്റമേഴ്സ് ആയിട്ട് മാറുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ ഉള്ളത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ മൊബൈൽ ഫോണും ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു തലമുറയാണ് ഉള്ളത്. ഇപ്പൊ നമ്മള് ഈ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ സാധനം ഒരു 10-12 കൊല്ലത്തെ ഒരു നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങിയ 12 കൊല്ലാണ്. പക്ഷെ ഈ 12 കൊല്ലത്തിനകത്ത് എല്ലാം മാറിയിട്ടുണ്ട്, പല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത് ഒരു 12 കൊല്ലത്തിനുള്ള ഈ മാറ്റത്തിനിടയിൽ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്ത ആൾക്കാർ ഔട്ടായി പോകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ ഒരു പ്രധാന ഒരു ഏരിയയാണ്. പക്ഷെ മാർക്കറ്റിംഗ് വളരെ ട്രഡീഷണൽ ആയ മാർക്കറ്റിംഗിൽ മാത്രം നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള പുതിയ മേഖലയിലേക്ക് കടക്കാത്തത്. അതുപോലെ ഇപ്പൊ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് കാര്യങ്ങൾ ഇപ്പോ നേരത്തെ ഇപ്പൊ CCTV ഇന്നിപ്പോ കാര്യങ്ങളൊക്കെ പലതും ഓട്ടോമേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ എന്താ സോൾഡാരിറ്റി എന്തിനാണ് ഇങ്ങനത്തെ പരിപാടി നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ പലപ്പോഴും ഈ എക്കോസിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്കൊക്കെയുള്ള ആക്സസുകൾ പലപ്പോഴും ഇത്തരം പിന്നോക്ക സമുദായങ്ങൾക്കും ഒക്കെ വളരെ കുറവായിരിക്കും. അവരെ കുറച്ചും കൂടി ടെക്നോളജിക്കലി എംപവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കൺവെൻഷനലായ ട്രഡീഷണലായ ബിസിനസ്സുകൾ, വളരെ ചെറിയ ഷോപ്പുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ അക്കൗണ്ടിങ് സാധനങ്ങൾ വൃത്തിയാക്കുക, അല്ലെങ്കിൽ വളരെ ഫാമിലി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മാർക്കറ്റിംഗ് രീതികൾ മാറ്റുക, ഇത് നമ്മള് എനിക്ക് തോന്നുന്നു സമുദായ അർത്ഥത്തിൽ തന്നെ ഇത്തരം മേഖലയിലേക്ക് കടന്നുള്ളത് വളരെ പ്രധാനം. അല്ലെങ്കിൽ ട്രഡീഷണൽ, ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ കേരളത്തിലൊക്കെയും ട്രഡീഷണലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇത്തരം എക്കോസിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ശരിയാണ് അംജദ് പറഞ്ഞ ധാരാളം ബാരിയറുകൾ ഉള്ളതിന്റെ നേരത്തെ ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു മുസ്തഫ അപ്പൊ അദ്ദേഹത്തിനെതിരെ കർണാടകയിൽ മുമ്പ് ഒരു ഹിറ്റ് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് എം എ യൂസഫ് അലിയുടെ ലുലു മാളിനെ കുറിച്ച് അദ്ദേഹം ഇന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്, അവിടെ തുടങ്ങാത്ത എന്തുകൊണ്ട് വരാതിരിക്കാൻ ചില അധിക ബാധ്യത നമുക്കൊക്കെ വരുന്നു എന്നുള്ളത് മേഖലയിൽ ഈ ഒരു അപരവൽക്കരണം അല്ലെങ്കിൽ ഡൊമിനൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര. പക്ഷെ അതേസമയം സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പലപ്പോഴും മാനിഫെസ്റ്റിംഗ് ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു സംഗതി എല്ലായ്പ്പോഴും പറയുന്ന ഒരു സംഗതി മൈനോറിറ്റി കമ്മ്യൂണിറ്റി അല്ല, ഏത് കമ്മ്യൂണിറ്റി ആയാലും അവരുടെ നിലനിൽപ്പിന്റെ പ്രധാന ഘടകങ്ങളായി പറയുന്ന 2-3 സംഗതികളുണ്ടല്ലോ. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. അത് മറ്റുള്ള കമ്മ്യൂണിറ്റികളെ എന്തോ ടാർഗറ്റ് ചെയ്യാനൊന്നുമില്ല. ഏത് ജനവിഭാഗമായാലും അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും എംപവർ ചെയ്യുകയും എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പുമായി ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചം തോന്നുന്ന ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഗതി. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുയ്യത്തിന്റെ അടിമയായിരുന്നു, മുയ്യത്തിന്റെ കാലത്ത് വിട്ട്. അപ്പോ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട്. അന്നേരം മോചിപ്പിക്കാൻ വേണ്ടി പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്യാവശ്യം സ്റ്റേബിൾ ആയി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരു സഹാബിയായിരുന്നു. അപ്പോ എത്രയോ ഔക്കിയ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, എത്ര ഔക്കിയ പിന്നെ തരാം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് ബിലാലിന് വിട്ടുകയാണ്. ഉമയ്യത്തൊക്കെ അങ്ങനെ സ്വർണം കൊടുക്കുന്നു, ബിലാലിനെ വാങ്ങുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഉമയ്യത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താന്ന് വെച്ചാല്, അബൂബക്കറെ ഇവൻ ഇനി തന്ന അത്ര ഔക്കിയ സ്വർണത്തിനൊന്നും ഇല്ല, അതിന് താഴെയുള്ള ഒരു നമ്പർ വന്നിട്ട് അത്രയ്ക്കേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നതിന്റെ അങ്ങേ അറ്റാണ്. ഇത്രക്കൊന്നും തോന്നിയില്ല, അത്രയ്ക്കേ ഉള്ളൂ. അയാളുടെ അടിമയാണ്, എന്നിട്ട് പിന്നെ വിൽക്കുമ്പോ ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കണം. അത്ര തന്നിരുന്നെങ്കിൽ പോലും ഞാൻ നിനക്ക് വിട്ടുതരാം. പക്ഷെ അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടിയാണ് ഒരു മാസ് മറുപടി എന്ന് പറയുന്നത്. ഉമയ്യത്തെ, നീ ഇപ്പോ ഞാൻ തന്നതിന്റെ ഡബിളോ അതിന്റെ ഇരട്ടിയോ ഒക്കെ കൃത്യമായിട്ട് എന്റെ വാക്കുകളോ, പക്ഷെ അത് കൂടുതലാണ് നീ പറഞ്ഞതെങ്കിൽ പോലും അത് തന്നിട്ട് ബിലാലിനെ ഞാൻ മോചിപ്പിക്കും എന്നുള്ളത്. അപ്പൊ ഇത് ഒരു ഇതുണ്ടല്ലോ, ഇസ്സത്ത് എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസം സ്വീകരിച്ച തന്റെ സഹോദരന് വേണ്ടി പടച്ചവൻ നൽകിയിട്ടുള്ള ഒരു വെൽത്തിന്റെ ഒരു ബലത്തിൽ നിന്നുകൊണ്ട് മയ്യത്തിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇസ്സത്തിന്റെ ഒരു ഭാഷ, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ എനിക്ക് ഭയങ്കര പലപ്പോഴും വായിക്കുമ്പോൾ ഭയങ്കര വാക്കാണല്ലോ. അത് നമ്മൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിലേക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ തന്നെ നിലനിൽപ്പ്, ഇതിന്റെ ഒരു ഇസ്സത്ത്, ഇവിടെ ഈ ബിസിനസ് എംപവർമെന്റ്, വെൽത്ത് എംപവർമെന്റ്, നമുക്ക് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പിന്നെ ഒരു പാർഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണം വളരെ പ്രധാനമാണ്. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ റേറ്റ് ആണ് അത്, ഒരു ഇസ്സത്തിന്റെ റേറ്റും കൂടിയാണല്ലോ. ഒരാളുടെ റേറ്റ് എന്ന് പറയുന്നത് അടിമയാണ്, അവന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവന് സമൂഹത്തിൽ ഒരു വിലയില്ല, എത്രക്കും വിൽക്കാവുന്നതാണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ മറുപടി പറയുന്നത് അതും ഒരു ഇസ്ലാം പഠിപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു പാഠമുണ്ട്. അത് വെച്ചിട്ടാണ് അതിനെ വാല്യൂ ചെയ്യാൻ കഴിയുന്നത് ഈ പൈസ ഉള്ളത് കൊണ്ടാണ്. ഈ ഇസ്ലാമില് നമ്മൾ ആലോചിച്ച് നോക്കിയാല് നമ്മൾ ഈ സമ്പത്ത് ഭയങ്കര പ്രശ്നമാണ്. പരലോകത്ത് വിചാരണ ചെയ്യുമ്പോ എവിടുന്ന് സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു എന്ന് ഉത്തരം പറയാതെ കടക്കാൻ കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പാദിക്കാൻ ഒരുപാട് പ്രോത്സാഹനം ഇസ്ലാം നൽകുന്നുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ 5 തൂണുകളുണ്ട്. 5 തൂണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ആ 5 തൂണിലാണ് നിലനിൽക്കുന്നത്. അതിൽ 2 തൂണ് വേണമെങ്കിൽ പൈസ വേണം.
രണ്ട് തൂണ് നിലനിൽക്കണ പൈസ വേണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കാണ് സക്കാത്ത് കൊടുക്കാൻ കഴിയുക. അതുപോലെ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും ഒക്കെ ഒത്തു വരുമ്പോൾ അപ്പൊ 5 തൂണുള്ളതിൽ 2 തൂണ് ബേസ് ചെയ്ത് നിൽക്കുന്നത് പൈസമേലാണ്. അത് പൈസ ഉണ്ടാക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം, പൈസ ഉണ്ടാക്കിയിട്ട് ഹജ്ജ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിപാടിയെ കുറിച്ച് സ്വാഭാവികമായിട്ട് കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഇത് മറ്റേ എന്താണ് ഒരു ഹൈ പ്രൊഫൈൽ ബിസിനസ്സുകാർക്കുള്ളതാണ്, അല്ല സാധാരണ കച്ചവടക്കാർക്കുള്ളതാണ്. ഒരാൾ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത് വന്നാൽ എന്താണ് അയാൾക്ക് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. സോൾഡായിട്ട് നമ്മള് പിന്നെ ഇതിനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു ഒരു പ്രത്യേക കാറ്റഗറി, ഒരു ഇന്ന സ്കെയിലുള്ള ബിസിനസ്, MSME അല്ലെങ്കിൽ പിന്നെ ആ ഏത് കാറ്റഗറി എന്നുള്ളതിൽ ചെയ്യണോ. പിന്നെ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഒന്നും വേണ്ട, മൊത്തത്തിൽ എല്ലാ ബിസിനസ്സുകാരെയും, അത് ചെറിയ ബിസിനസ് നടത്തുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സ് മുതൽ വലിയ ആളുകൾക്ക് വരെ പങ്കെടുക്കണം. നമ്മൾ സെഷൻ തന്നെയും അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോ പിന്നെ പാരലായിട്ട് ഉദ്ഘാടന സെഷനും സമാപന സെഷനും ഒറ്റ സ്റ്റേജിലുണ്ടാവും, മെയിൻ സ്റ്റേജിൽ. ബാക്കിയുള്ള ഒരു 4 സെഷൻ സമാന്തരമായി 3 സ്റ്റേജുകളിലായി നടക്കും. അപ്പൊ ഒരാൾക്ക് അയാളുടെ ബിസിനസ്സിന് ആവശ്യമായ സെഷൻ അയാൾക്ക് കേൾക്കാം. അതില് ഹൈ പ്രൊഫൈൽ സാധനങ്ങൾ ഉണ്ടാവും, ലോ പ്രൊഫൈൽ ഉണ്ടാവും. പിന്നെ എന്തായാലും വിഷൻ എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിൽ മൊത്തത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ വന്നിട്ട് സംസാരിച്ചാലും അതിൽ ഏറ്റവും ചെറിയ ബിസിനസ്സുകാരനും ഏതോ സ്പാർക്ക് ചെയ്യുന്ന പോയിന്റുകളുണ്ട്, പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോ ചെറിയൊരു സ്പാർക്കിൽ നിന്നുകൊണ്ട് വലിയ ബിസിനസ്സുകാരായി മാറുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ഓഡിയൻസും, അതായത് ബിസിനസ് താല്പര്യമുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കും. ഇപ്പോൾ പിന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറ്റും, അതേപോലെ MBA പോലുള്ള ബിസിനസ് കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ബിസിനസ്സുകാരുടെ മക്കളൊക്കെ ഉണ്ടാവും, ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തൊന്നും തുടങ്ങിയിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ അവരാണ് ആ ബിസിനസ് കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. പിന്നെ ഇപ്പോൾ CA CS ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾ, പിന്നെ ഈ ബിസിനസ്സിൽ മെയിൻ പോസ്റ്റുകൾ വഹിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ പിന്നെ CEOമാര്, പിന്നെ CFOമാര്, അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുമായി റിലേറ്റഡ് ആയി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനായിട്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ എൻഗേജ് ചെയ്യുന്ന ആളുകളെ ആവാം. എക്സ്പോ അതുപോലെ ഇത് ഈ ഓഡിയൻസിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലേഡീസ് ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ 3 സ്റ്റേജിലായിട്ട് പരിപാടി നടക്കുന്നു. ഒരു സ്റ്റേജ് വർക്ക്ഷോപ്പ് ആയിരിക്കും, ഒരു 100 ആൾക്ക് കൊള്ളുന്ന സ്റ്റേജ് ആയിരിക്കും, അതിൽ ടോപ്പിക്കിലുള്ള വർക്ക്ഷോപ്പ് ആയിരിക്കും. പിന്നെ മറ്റ് 2 സ്റ്റേജിലും ഇന്റർവ്യൂസ്, എക്സ്പീരിയൻസ് ഷെയറിംഗ്. റിയാസ് ഹക്കീം നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, ഇബാദ് റഹ്മാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് സെഷൻ തന്നെ, അതായത് ട്രെയിനിങ് സെഷൻ ശരിക്ക് അവര് ചെയ്യുന്ന വെച്ചാൽ ബിസിനസ്സിലുള്ള ആളുകളോട് അവരുടെ ബിസിനസിന്റെ ഐഡിയ അവരുടെ മനസ്സിലുണ്ടാവും, അവര് പ്രാക്ടീസ് ചെയ്യുന്ന കുറെ സാധനം ഉണ്ടാവും, അതിൽ എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്. ശരിക്കും ബ്രെയിൻ സ്റ്റോമിംഗ് ആണല്ലോ ട്രെയിനിങ് എന്ന് പറയുന്നത്. പുതിയ ആലോചനകൾ ഒരാൾക്ക് ഉണ്ടാവാനുള്ള സാധനമാണ്. അപ്പം ട്രെയിനിങ് പരിപാടികൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്, നമ്മളുടെ ബിസിനസ്സിൽ വിജയിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് അതിലൂടെ ആളുകൾക്ക് ഉണ്ടാവുക എന്റെ ബിസിനസ്സിൽ അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഈ പരിപാടി മൊത്തം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ സ്റ്റേജ് പ്രോഗ്രാംസ് എന്നുള്ളതിലുപരി നെറ്റ്വർക്കിംഗ് നമ്മളൊരു സ്പേസ് കാണുന്നുണ്ട്. ചായ ഒക്കെ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് നമ്മളിങ്ങനെ പറയുന്നത് പോലെ പിന്നെ ചിലപ്പോ എനിക്ക് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് B2B കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടാവും. അപ്പോ കേരളത്തിലൊരു 2000-2500 യൂത്ത് ബിസിനസ്സുകാർ ഒന്നിച്ചിരിക്കാൻ, അപ്പൊ അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടാവുക, അവര് പരസ്പരം സംസാരിക്കുക, കൊള്ളക്കൊടുക്കലുകൾ ഉണ്ടാവുക, പിന്നെ അവിടുന്ന് തന്നെ ബിസിനസ് കണക്ഷൻസ് ഉണ്ടായി വരിക. അതിന് നെറ്റ്വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് വർത്താനം പറയാനുള്ള സ്പേസ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു 80 സ്റ്റാളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാർക്ക്. എക്സ്പോ രീതിയിൽ അവരുടെ ബിസിനസ്സുകാർക്ക് തന്നെ അവരുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യാം, അവരുടെ പ്രൊഡക്റ്റിന്റെ ലോഞ്ച് വേണമെങ്കിൽ ആ സ്റ്റാളിൽ വെച്ച് നടത്താം, ഏതെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളുടെ പരിപാടിയിൽ ബിസിനസ് അവാർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ബിസിനസ് അവാർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു യുണീക് എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്. ഈ അർത്ഥത്തിൽ ഒരു പരിപാടി വളരെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പോ
വലിയൊരു ഗ്യാപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബിസിനസ് സൈഡ്. ഇപ്പൊ ഞാന് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഇതിലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ഈ മേഖല നിൽക്കുമ്പോൾ പെട്ടെന്ന് അത്ര ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകൾ ഭയങ്കര ഒരു ഒരേ സമയം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ലോഡ് തന്നെയാണ്. അതെ, അത്യാവശ്യം വലിയൊരു സംരംഭം കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ തന്നെ. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഉണ്ട്. പിന്നെ രണ്ടാമത്തത് നമ്മൾക്ക് ഒരു മുസ്ലിം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ബിസിനസ് എന്നതിൽ നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അവനവന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ, നമസ്കാരം, ബാക്കി ആരാധനാ കർമ്മങ്ങൾ, സാമൂഹികപരമായ പ്രതിബദ്ധതകൾ, ഇതൊക്കെ ഒരു ബാലൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളടത്ത് ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് കൂടിയാണ്. എങ്ങനെ നമുക്ക് ഇതിനൊരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പൊതുവെ ഈ വെസ്റ്റേണിൽ നിന്ന് വരുന്ന വാല്യൂസ് വെച്ചിട്ട് വരുന്നതാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനമാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഒരേ സമയം വർക്ക് നിങ്ങൾ ഇതാക്കുമ്പോൾ ലൈഫ് നിങ്ങളിപ്പോ അത് സ്വാഭാവികമായിട്ട് ഈ ജീവിതത്തെ കുറിച്ച് മാത്രം കാഴ്ചപ്പാടുള്ളവർക്കാണ് വർക്ക് ലൈഫ് ബാലൻസ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്കിതില് ഒരു വർക്ക് ലൈഫ് ഫെയ്ത്ത് ബാലൻസ് ആണ് ആക്ച്വലി നമുക്കകത്ത് വേണ്ടത്. എനിക്ക് തോന്നുന്നത് അതെ, അപ്പൊ അവിടെ ആവുമ്പോഴാണ് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് നല്ലൊരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും എപ്പോഴും ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്ന് എപ്പോഴും ആലോചിക്കേണ്ടത് ഇതിനെ ബാലൻസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതിൽ എനിക്ക് വേറെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു മുസ്ലിം ഓണ്ടർപ്രണർ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞാല് അവൻ പ്രൊഡക്റ്റീവ് ആവുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. കാരണം പ്രൊഡക്റ്റീവ് ആവുക, നമ്മളിപ്പോ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് കുറെ ആൾക്കാർ ഇപ്പൊ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു ഇസ്ലാമിക ഇതിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആവണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ബെറ്റർ ആയി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുക. അവിടെയാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ടെക്നോളജി ആവട്ടെ, ഇത്തരം സാധനങ്ങളൊക്കെ അവന്റെ ബിസിനസ്സിലും അവന്റെ ജീവിതത്തിലൊക്കെ അവൻ കൊണ്ടുവരുന്നത്. കാരണം അവന് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ അമലുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, കൂടുതൽ അവന്റെ വർക്ക് ലൈഫ് ബാലൻസുകൾ ഭംഗിയാവും. അങ്ങനെ വരുമ്പോ അവന്റെ ബിസിനസ്സിനകത്ത് ബർക്കത്തുകൾ ഉണ്ടാവും. ഈ ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞത്. ഇതൊരു ഭയങ്കര ഗ്യാപ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആളുകൾ അത് വല്ലാതെ കുതിക്കുന്നുണ്ട്, വല്ലാതെ കൺസേൺ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ ഈ പരിപാടി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു നേട്ടമായിരിക്കും എന്നാണ്, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള അർത്ഥത്തിൽ കൂടി എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു വേറെ രീതിയിലൊരു അതിനൊരു സന്തോഷത്തോടു കൂടി അത് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ ഒരു കാൽവെപ്പ് എന്ന അർത്ഥത്തിൽ അത് വളരെ പ്രസക്തമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒക്ടോബർ 6 വരെ നമ്മള് ധാരാളം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് രജിസ്ട്രേഷൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിങ്ക് ഒക്കെ രജിസ്ട്രേഷൻ ലിങ്കുകൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പോ അല്ലെ, ഡെലിഗേറ്റ്സ് ആയി പങ്കെടുക്കാത്തവർക്ക് എക്സ്പോയിൽ അവിടെ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഐഡിയ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ, ഈ അവസരം പരമാവധി ആളുകൾ, കേരളത്തിലെ പരമാവധി ആളുകൾ, പ്രത്യേകിച്ച് യൂത്ത് ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും ഉപയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇതിന്റെ ഒരു ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഫലം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായി വരുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം സാധാരണ ബിസിനസ് എക്സ്പോകളും ബിസിനസ് ഇവന്റുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. ഒരു ഈ ബേസിൽ നിന്ന്, ഇപ്പോൾ ഒരു എത്തിക്കൽ ബേസിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇവന്റ്, ഒരു ബിഗ് ഇവന്റ് എന്നുള്ളത് ഒരു പക്ഷെ ആദ്യമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന ഒരു ബിഗ് ഇവന്റ് ആയിട്ട് ഇങ്ങനെ ഒരു യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ആദ്യ പരിപാടി ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായും വരുന്ന ആളുകൾക്കൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആവുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും. പരിപാടി എല്ലാ അർത്ഥത്തിലും വിജയിപ്പിച്ചായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.